ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ കഴിഞ്ഞ 17-ാം തീയതി വൈകിട്ട് 6:45 പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന അമ്പാടിക്കണ്ണൻ എന്ന ബസ് ഒറ്റപ്പാലത്ത് വെച്ച് തീ പിടിച്ചതായ വാർത്ത നാം കേട്ടതാണ്. ഏകദേശം 60 സെക്കൻഡിനുള്ളിൽ അവിടെ ഉണ്ടായിരുന്ന പൊതുജനം ഒറ്റക്കെട്ടായി യാത്രക്കാരെ മുഴുവൻ പുറത്തിറക്കുക മാത്രമല്ല, ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ ഉപയോഗിച്ച് തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. ഫയർഫോഴ്സോ പോലീസോ മറ്റോ വരാൻ കാത്തു നിൽക്കാതെയുള്ള നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ ഒരു വൻ ദുരന്തം ഒഴിവാക്കി. എന്നാൽ അവിടെ ഒരാൾ പോലും മൊബൈലുമായി വീഡിയോ ചിത്രീകരിക്കുകയോ സെൽഫി എടുക്കുകയോ ചെയ്യുന്നില്ലായിരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. സാഹചര്യങ്ങൾ പോലും നോക്കാതെ അപരന്റെ വേദനയും നിസ്സഹായതയും ഒക്കെ റീൽസായും ഷോർട്സായും ഒക്കെ പ്രചരിപ്പിച്ച് നിർവൃതി കൊള്ളുന്ന ഇന്നത്തെ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് താങ്ങാവാനും തണലാകാനും തയ്യാറുള്ള സുമനസ്സുകൾ ഇപ്പോഴും നഷ്ടമായിട്ടില്ല എന്ന അറിവ് സന്തോഷം നൽകുന്നതാണ്. അപരന്റെ വേദനയിൽ താങ്ങായി നിന്ന ചിലരെ കുറിച്ച് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗത്തിൽ പറയുന്നു. യേശു കഫർന്നഹൂമിലെ വീട്ടിലുണ്ടെന്നറിഞ്ഞ് ധാരാളം ജനങ്ങൾ അവിടെ വന്നുകൂടി. തിരുവചനം കേൾക്കാനും രോഗസൗഖ്യത്തിനുമായൊക്കെ വന്നവരാകാം. യേശുവിനെ ഒന്ന് കാണുവാനും അത്ഭുത പ്രവൃത്തികളെ കാണുവാനും വന്നവരും ഉണ്ടാകാം. ആർക്കും കടന്നു വരാവുന്ന കൂട്ടായ്മകളുടെയും സൗഖ്യത്തിന്റെയും വചനം പങ്കിടലിന്റെയും ഒക്കെ ഭവനമായിരുന്നിരിക്കാം അത്. ഒരുപക്ഷെ യേശു താമസിച്ചിരുന്ന ഭവനവുമാകാം. കാരണം യേശു നസ്രത്ത് വിട്ട് കഫർന്നഹൂമിൽ ചെന്ന് പാർത്തു എന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവൻ സ്വന്തം പട്ടണത്തിൽ എത്തിയെന്നും കഫർന്നഹൂമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ജനം തിങ്ങി നിറഞ്ഞ ആ ഭവനത്തിലേക്കാണ് 4 സ്നേഹിതന്മാർ പക്ഷവാത രോഗിയായ ഒരു മനുഷ്യനെയും കൊണ്ടെത്തുന്നത്. ജനത്തിരക്ക് മൂലം അവർക്ക് യേശുവിന്റെ അടുത്ത് എത്താൻ സാധിക്കുന്നില്ല. അപരന്റെ ആവശ്യത്തിനു വേണ്ടി സ്വന്തം സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുവാൻ ആരും തയ്യാറാകാത്തതാകാം ഒരുപക്ഷെ കാരണം. എന്നാൽ ഈ മനുഷ്യർ പിന്തിരിയുന്നില്ല. സ്നേഹം എപ്പോഴും പുതിയ വഴികൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുമെന്ന് പറയുന്നത് പോലെ ആ വീടിന്റെ മേൽപ്പുര പൊളിച്ച് ഈ മനുഷ്യനെ യേശുവിന് മുൻപിൽ എത്തിക്കുകയാണവർ. ആരും സഹായിക്കാനില്ലാതെ ഒരുപക്ഷെ വിസ്മൃതിയിൽ ആണ്ടുപോയവനാകാം. എന്നാൽ ഈ മനുഷ്യർ അവനെ ചേർത്ത് പിടിക്കുക മാത്രമല്ല, എഴുന്നേൽക്കാൻ പോലും ആവാത്ത ഇവനെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഹൃദയത്തിൽ നന്മ നിറച്ച മനുഷ്യർ. അവർ തമ്മിലുള്ള ബന്ധമൊന്നും വേദപുസ്തകത്തിൽ വ്യക്തമാക്കുന്നില്ല. ബന്ധുക്കളോ സ്നേഹിതരോ കേട്ടറിഞ്ഞവരോ അയൽക്കാരോ ആരുമാകാം. എങ്കിലും യേശു കഫർന്നഹൂമിൽ എത്തി എന്നറിഞ്ഞപ്പോൾ തങ്ങളുടെ ഈ സ്നേഹിതനെ കുറിച്ചാവാം അവർ ഓർമ്മിച്ചത്. രോഗിയായവന്റെ അവസ്ഥയോ സഹതാപമോ ഒന്നുമല്ല, ആ 4 പേരുടെ വിശ്വാസമാണ് അവന് സൗഖ്യം നൽകുവാൻ യേശുവിനെ പ്രേരിപ്പിച്ചത്. ഇന്ന് നമ്മുടെ വിശ്വാസം അപരന്റെ സൗഖ്യത്തിന് കാരണമാകുന്നുണ്ടോ? രോഗസൗഖ്യം മാത്രമല്ല, പാപമോചനവും ലഭ്യമാകുന്നു അവന്. ഒരുവന്റെ സമഗ്രമായ സൗഖ്യത്തിന് പാപമോചനം ആവശ്യമാണ്. ഇത് ശാസ്ത്രിമാരെ പ്രകോപിപ്പിച്ചെങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് യേശു വ്യക്തമാക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പല സംഭവങ്ങളും നാം കാണാറുണ്ട്, കേൾക്കാറുമുണ്ട്. ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവരെ കുറിച്ചുള്ള വാർത്തകൾ. പക്ഷേ അതിനെല്ലാം അടുത്തൊരു വാർത്ത വരുന്നത് വരെയുള്ള സഹതാപ തരംഗങ്ങളേ ഉള്ളൂ. നാമം പതിയെ അത് മറന്നു തുടങ്ങും. അവരാരെന്നോ എന്തെന്നോ പിന്നീട് ചിന്തിക്കാറില്ല. എന്നാൽ ഇവിടെ ആവശ്യത്തിലിരിക്കുന്നവരുടെ സങ്കടങ്ങൾ തിരിച്ചറിഞ്ഞ് ചേർത്ത് നിർത്തുന്ന ചില മനുഷ്യർ, സ്നേഹത്തിന്റെ തോളുകളായി മാറിയവർ, തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിനെന്ന് ഗലാത്യ ലേഖനം ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരാളുടെ പ്രശ്നം സ്വന്തം പ്രശ്നമാണെന്ന് കരുതുന്നിടത്താണ് യഥാർത്ഥ ശിഷ്യത്വം ആരംഭിക്കുന്നത്. ഒരാളുടെ വീഴ്ചയിൽ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ ഉപദേശിക്കാനോ അല്ല, കൈപിടിച്ചുയർത്താനും ചേർത്ത് നിർത്താനുമാണ് നാം ശ്രമിക്കേണ്ടത്. യേശു പറയുന്ന ശമര്യക്കാരന്റെ ഉപമയിൽ വഴിയിൽ കിടക്കുന്നവൻ തന്റെ ആരുമല്ലാതിരുന്നിട്ടും തന്റെ സമയവും പണവും എല്ലാം നൽകി പരിചരിച്ചതായി പറയുന്നുണ്ട്. പ്രായശ്ചിത്തമായോ സ്വയനീതീകരണത്തിനോ അല്ല നന്മ ചെയ്യേണ്ടത്. നമ്മുടെ സമൂഹത്തിലും മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്നവരും അന്യോന്യം ഭാരങ്ങളെ വഹിക്കുന്നവരുമുണ്ട്. ആരുമില്ലാത്തവർക്ക് അഭയമേകുന്നവരും വിശക്കുന്നവന് ഭക്ഷണമേകുന്നവരും അങ്ങനെ അനേകർ. പേരിനും പ്രശസ്തിക്കുമല്ല, വിശ്വാസവും പ്രവൃത്തിയും ഒന്നായിരിക്കുന്നവർ. പ്രിയമുള്ളവരെ, അന്യോന്യം ഭാരങ്ങളെ ചുമക്കാനാണ് കർത്താവ് നമ്മയും വിളിക്കുന്നത്. പല ന്യായീകരണങ്ങളും പറഞ്ഞ് നാം പലപ്പോഴും വെറും കാഴ്ചക്കാരായി തീരുന്നില്ലേ? നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങൾ പോലും അവഗണിക്കുന്നുണ്ടോ ഞാനും നിങ്ങളും? ഒരു ഫോൺ കോൾ,
ഒരാശ്വാസവാക്ക്, ഒരു ചേർത്ത് പിടിക്കൽ, അല്പസമയം അവരോടൊപ്പം ഇരുന്ന് ഒന്ന് കേൾക്കുന്നത്, എന്തിനേറെ നമ്മുടെ നിശബ്ദമായ സാമീപ്യം പോലും മറ്റുള്ളവർക്ക് ഭാരം ഇറക്കി വെക്കുന്നതിന് തുല്യമാവും. ആ പക്ഷപാതക്കാരനെ പോലെ പലവിധ ബന്ധനങ്ങളിലായിരിക്കുന്നവർ നമുക്ക് ചുറ്റിലുമുണ്ടാവാം. നമ്മുടെ ഒരു നോട്ടത്തിനായി ആഗ്രഹിക്കുന്ന, എന്നെ ഒന്ന് കേട്ടെങ്കിൽ എന്നാഗ്രഹിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളാകാം, മാതാപിതാക്കളോ ജീവിത പങ്കാളിയോ ആകാം, ഡിപ്രഷനിലേക്ക് വീണുപോയൊരു സുഹൃത്താവാം, മനസ്സ് കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒരു അയൽക്കാരനാവാം. പണം നൽകിയോ വലിയ കാര്യങ്ങൾ ചെയ്തോ സഹായമാകാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾ അവർക്ക് ഒരു ബലമായിരിക്കും, ഭാരം വഹിക്കുന്ന തോളുകളായിരിക്കും. സ്വന്തം കാര്യമെന്ന സ്വാർത്ഥതയിൽ നിന്നും സഹോദരന്റെ വേദന എന്ന ബോധ്യത്തിലേക്ക് വരാം. ദൈവനിയോഗം സ്വീകരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നോമ്പുകാലം അർത്ഥവത്തായി തീരുന്നത്. സത്യവും നന്മയും കാരുണ്യവും സഹിഷ്ണുതയും ഒക്കെ അന്യം നിന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ കരുതലിന്റെ ഇടങ്ങളായി നമുക്ക് മാറാം. അന്യോന്യം ഭാരങ്ങളെ ചുമക്കാം, ഹൃദയങ്ങളെ ഒന്ന് പുനഃപ്രതിഷ്ഠിക്കാം, വിസ്മൃതിയിലാണ്ടവരെ കൃപയോടെ ഒരുമിച്ച് ചേർക്കാം, ഒരാളെയെങ്കിലും ക്രിസ്തു സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരാം. നമുക്കും ഈ ഭൂമിയിൽ ദൈവത്തിന്റെ കരങ്ങളാകാം. തിരുവചനം ഓർമ്മിപ്പിക്കുന്നു, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. പ്രാർത്ഥിക്കാം. കർത്താവേ, തളർന്നു പോകുന്നവരെ തോളിലേറ്റാനുള്ള സ്നേഹവും അവരുടെ ഭാരങ്ങളെ വഹിക്കുവാനുള്ള മനസ്സ് നൽകി ഞങ്ങളെ നിന്റെ കരുണയുടെ ഉപകരണങ്ങളാക്കണമേ. ആമേൻ.